വിഷയങ്ങളുടെ മേൽ ദൈവീയ മറുപടിയും ദൈവം നൽകുകയായി. നിങ്ങൾ പ്രാർത്ഥിച്ചതിനും പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ഒത്തിരി സമയമെടുക്കല്, 1 മിനിറ്റ് കൂടുതൽ സമയമെടുക്കല്, ദൈവം പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ മറുപടി നൽകി ഒരു വേഗത്തിൽ പറഞ്ഞാട്ട് ആ വിഷയങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചായിരുന്നു. നമ്മുടെ ഒരു ദേവദാസൻ ദർജി നാവേരെ അദ്ദേഹം സോങ്കടിക്ക 48 hours ഡോക്ടർ പറഞ്ഞെങ്കിലും ഇന്നലെ തന്നെ വൈകിട്ട് തന്നെ അദ്ദേഹം നന്നായി സംസാരിച്ചു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. സൂറത്ത് ഹോസ്പിറ്റലാണ്. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. കർത്താവ് അല്പമായി ഒരു വിടുതൽ അദ്ദേഹത്തിന് കൊടുത്തു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പി ഡി തോമസ് പാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രാർത്ഥന വിഷയത്തെ ഓർത്ത് നാം ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിപ്പാടയായി. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു. എല്ലാരും അല്പനിമിഷം ദൈവത്തിനെ സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. വേഗത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം മോന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്കിന്നിന്റെ അലർജി അസ്വസ്ഥകളാൽ ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ പ്രാർത്ഥിച്ച പിറ്റോ ദിവസം തന്നെ പൈതലിന് ഒരു അത്ഭുത സൗഖ്യം കാണുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ തലയുടെ ഒരു സേവനമനുഷ്ഠിക്കുന്ന പ്രിയ തോമസ് പി ഞങ്ങളുടെ ആന്റിയാണ്, സഹോദരനെയാണ് ഇപ്പോൾ പറയുവാടയായത്. മോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാടയായി. കർത്താവ് അത്ഭുത സൗഖ്യം. മോന് സ്കിന്നിന്റേതായ അലർജിയ വളരെ ഭാരപ്പെട്ടു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി നാം ഒരുമിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പാടയായി. ദൈവം കൊടുത്ത വിടുതലിനായി എല്ലാവരും അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 പറഞ്ഞാട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ തലയുടെ വലത്ത് സൈഡില് ചുവടെ ഭാഗത്തായിട്ട് വലിയ വേദനയായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥനാന്റെ പ്രയോഗങ്ങളൊക്കെ ഞാനിങ്ങനെ തലയെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ഒരു ദിവസം ഈ പൂർണ്ണമായൊരു സൗഖ്യം തരണമെന്ന്. ആ വേദനയൊക്കെ ദൈവം മാറ്റി. അതിനായി ഞാൻ നന്ദിയോട് സ്തോത്രം. അടിങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം പരിപാലിച്ചു. ഞാൻ ഓരോ വിഷയവും എന്റെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രയർ ഗ്രൂപ്പിന്റെ സമയത്ത് അതിലെല്ലാം ദൈവം എനിക്ക് മറുപടി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ആന്റി പറഞ്ഞ പ്രാർത്ഥന വിഷയം എല്ലാവരും കേട്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായ തലവേദനയാലും ഞാനും പല പ്രാവശ്യം വിളിച്ച സമയത്തൊക്കെ തലവേദനയാലൊക്കെ ഭാരപ്പെടുന്ന ആ വിഷയങ്ങൾ പറയുവാടയായി. നാം ഒരുമിച്ച് പ്രാർത്ഥിപ്പാടയായി. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രിയാനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. ദൈവം കൊടുത്ത വിടുതലിനായി എല്ലാവരും അല്പനിമിഷം ദൈവസ്നേഹ സ്തോത്രം പറഞ്ഞാട്ട് വേഗത്തിൽ പറഞ്ഞാട്ട്. ഞാന് അമ്മണി രാജനാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒത്തിരി ശരീരക്ലേശത്താലെ ഞാൻ ഭാരപ്പെട്ടു. അച്ഛനും അതുപോലെ ഒത്തിരി ഭാരത്തോടൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ദൈവമക്കളും എൻ്റെ കർത്തദാസൻ കുടുംബം ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഞങ്ങളെ രണ്ടുപേരെ കർത്താവ് വിടുതൽ തന്നു. എൻ്റെ ചെവിയുടെ വേദനയാൽ ഭാരപ്പെട്ടു. ചെവിയുടെ പുറവിൽ എന്തോ ഞാൻ വിചാരിച്ച വേറെ എന്തൊക്കെ ആയിരിക്കുന്ന ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. പൂർണ്ണ വിടുതൽ കർത്താവ് തന്ന് നിലനിർത്തി. അതുകൊണ്ട് എൻ്റെ മകന് ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ഈ കൂട്ടായ്മയെ പ്രാർത്ഥിച്ചു. എന്നാൽ കുഞ്ഞിന് നല്ലൊരു ഭവനവും കർത്താവ് ഒരുക്കി കൊടുത്തു. ആ ദൈവം ചെയ്ത ആ വലിയ അത്ഭുതങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച കർത്തദാസന്മാർക്ക് ദൈവമക്കൾക്കും ദൈവനാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. നമ്മുടെ ആന്റിക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അങ്കിളിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാടയായി. കർത്താവിത്തോളം സൗഖ്യം നൽകി. ശാരീരികമായി പലവിധമായ പ്രയാസങ്ങളിൽ കൂടി ഞങ്ങളുടെ മകൾ കടന്നുപോയി. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ ഈ പ്രാർത്ഥന ധ്വനി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണല്ലോ, ഒരു കുടുംബമാണല്ലോ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി 15,000-ലധികം പേര് പ്രാർത്ഥന ധ്വനി ഫാമിലിയിലുണ്ട്. ഒരു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തെ പോലെ, സ്വന്തം വിഷയത്തെ പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേക പ്രാർത്ഥന വിഷയങ്ങൾ ദൈവം മറുപടി നൽകി. പ്രിയ അമ്മണി ആന്റിക്കും കുടുംബത്തിനും ദൈവം കൊടുത്ത വിടുതലിന് എല്ലാവരും 40 നിമിഷം സ്തോത്രം പറഞ്ഞാട്ട് കർത്താവേ നന്ദി. പ്രാർത്ഥന മറുപടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ട് സമയങ്ങളല്ലേ. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ലാതെ 10-14 വർഷം കൊണ്ട് വാടക വീട് മാറി മാറി കഴിയായിരുന്നു. കഴിഞ്ഞ വർഷത്ത് 2025 കർത്താവിന്റെ ദാസിയും
ബിന്ദു സിസ്റ്റർ ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് പ്രെയർ കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഭാരവിഷയത്തെ ഭാരത്തോട് പറയണ്ടായി. ഹല്ലേലൂയ. അങ്ങയുടെ ദാസി ശക്തമായി പ്രാർത്ഥിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത് കർത്താവ് ഉറപ്പിക്കുമെന്ന്. ഒരു ദിവസം മാത്രമാണ് രാവിലെ ഞങ്ങള് അമ്പലപ്പുഴയില് ഞങ്ങളുടെ സ്ഥലം കാണാനായിട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവ് അനുയോജ്യമായ ഒരു സ്ഥലം ഞങ്ങൾക്ക് തരണമെന്ന്. ഒത്തിരി സ്ഥലത്ത് ഞങ്ങൾ നോക്കി, എന്നിട്ടൊന്നും കിട്ടിയില്ല. അവസാനം വണ്ടാനത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഞങ്ങൾക്ക് അല്പ സ്ഥലം അഡ്വാൻസ് കൊടുക്കുവാൻ 2025 ലാസ്റ്റൊക്കെ ആയപ്പോൾ, ഡിസംബർ മാസമൊക്കെ ആയപ്പോൾ ഒരു 3.25 സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇടപാട് നടന്നില്ല. അല്പ കാശ് കൂടെ വേണം. ഈ മാസം ലാസ്റ്റ് മുന്നായിട്ട് ഇടപാട് നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇതുവരെയും ഞങ്ങളെ നടത്തി. 1 രൂപ കയ്യിൽ വെച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ട പ്രാർത്ഥന. ഹല്ലേലൂയ. വിശ്വാസവും പ്രാർത്ഥനയും അത് മാത്രമായിരുന്നു ഇതിന്റെ പിന്നിൽ. ഒത്തിരി ദൈവമക്കളുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ബിന്ദു സിസ്റ്റർ വൈകുന്നേരത്തെ സമയങ്ങളിൽ ഒത്തിരി ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വിശദമായിട്ട് സാക്ഷ്യം പറയേണ്ട സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നേ. ഒരു ദിവസമാണ് രാവിലെ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുവരെ ഒരു അടിസ്ഥാനമായിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം കണ്ടെത്താൻ പറ്റിയില്ല എന്ന്. എന്നാൽ സ്വർഗത്തിൽ അപ്പം തന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്താ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്താ എൻ്റെ അപ്പം ഞങ്ങൾക്ക് തന്നേക്കുന്നേ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരോടും ദാസിമാരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെയാ? അമ്പലപ്പുഴയോ സ്ഥലത്തല്ലേ ആന്റി? അമ്പലപ്പുഴയല്ല, പക്ഷെ വണ്ടാനം കിഴക്ക കാരിക്കല. ഓക്കെ. ദൈവം ഇത്രത്തോളം പ്രവൃത്തിപാടയായി. ഹല്ലേലൂയ. പ്രിയ മറിയാമ്മേന്റെ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പില് അനേക വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് മധ്യസ്ഥയാണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് സഹോദരിമാർ വുമൻ പ്രേയേഴ്സ് ഫെലോഷിപ്പ് ഉണ്ട്. സഹോദരിമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക വിഷയത്തിന് മറുപടി നൽകുന്നുണ്ട്. ആ ഭാഗത്ത് അമ്പലപ്പുഴയുടെ അടുത്തുള്ളതായ ആ സ്ഥലത്ത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ നാട്ടിലുള്ള പോകുന്ന സമയത്ത് അമ്പലപ്പുഴയിൽ എന്നെ ട്രെയിൻ നിർത്തുവാടയായി. അവിടെ നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല, സ്റ്റോപ്പല്ല. പക്ഷെ ക്രോസിങ്ങിന് വേണ്ടി കുറെ നേരം അവിടെ നിർത്തുവാടയായി. ഞാൻ കുറെ നേരം അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇരിക്കുവാടയായി. സ്തോത്രം. പ്രൈസ്. അവിടെ നമുക്ക് യാതൊരു പരിചയക്കാരോ ബന്ധക്കാരോ ഒന്നും അമ്പലപ്പുഴയില്ല. എന്നാൽ ഇപ്പോഴും നമുക്ക് അവിടെ ഒരു കുടുംബമായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ കുടുംബത്തിന് ദൈവം അവിടെ നല്ലൊരു ഭവനം ദാനമായി കൊടുക്കുവാൻ എല്ലാവരും അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം അറിയാണ്ട് സ്തോത്രം. എത്രയും തന്നെ നല്ല മനോഹരമായ ഒരു ഭവനം ദൈവം അവിടെ ദാനമായി കൊടുത്ത് ദൈവരെ മാനിക്കുവാനാണ് എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം. ബാബുപാസ് എന്തോ പറയാനാണോ? പാസ്റ്ററെ, ഞാൻ അബിയയുടെ പരീക്ഷാ വിഷയം പറഞ്ഞിരുന്നു. 4 പരീക്ഷ, മെയിൻ 4 പരീക്ഷയായിരുന്നു കഴിഞ്ഞു. അത് നല്ല മാർക്കോട് കൂടി അവൾ പാസ്സായി. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഇനി ഇവർക്ക് 6 പരീക്ഷ ഉണ്ട്. മൊത്തം മെയിൻ പരീക്ഷ 7 ഉള്ളൂ, അല്ലാതെ ടോട്ടലി 10 പരീക്ഷ എഴുതേണ്ടത്. എഴുതിയ പരീക്ഷ നല്ല മാർക്കോട് കൂടി വെരി ഗുഡ് വാങ്ങിച്ച് വിജയമാകാൻ ഇടയെ തീർന്നു. പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബാബുപാസ് നമ്മുടെ പ്രാർത്ഥന ദിനയുടെ ഇളമ്പള്ളിക്കിലെ പ്രയർ കോർഡിനേറ്റർ ആണ് ബാബുപാസ്. നമ്മുടെ പ്രഭാത പ്രാർത്ഥന ഇന്നലെ ആക്റ്റീവായ എല്ലാ ദിവസവും കുടുംബമായി പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ് കർത്താവിന്റെ ദാസൻ കുടുംബം. പ്രിയ മോക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പടയാലും കുഞ്ഞ് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നല്ല വിജയം. എങ്ങനെ നടക്കുമെന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് യഹോവയാ സംഭവിച്ചു. മനുഷ്യർ അത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മൾ എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ആശ്ചര്യപ്പെടുന്ന രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അല്ലെ? എന്തായിത്തീരുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യഹോവയാ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയുന്ന നിലയിൽ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ഒരു കുഞ്ഞിതുപോലെ പരീക്ഷ എഴുതിയിട്ട് അവൻ തോറ്റുപോയി. ഭയങ്കര നിരാശയോടെ ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ തോറ്റുപോയി, എനിക്കിനി ഒരിക്കലും മുമ്പോട്ട് എന്റെ ഞാൻ വളരെ പ്രതീക്ഷയോടായിരുന്നു, പക്ഷെ ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞ മോനെ പ്രാർത്ഥിക്കുക, റീവാലുവേഷന്റെ ആ പേപ്പർ കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് പരീക്ഷയുടെ ആ പേപ്പർ റിവാലുവേഷനിൽ കൊടുക്കുകയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉന്നതമേറിയൊരു വിജയം ആ കുഞ്ഞിന് ലഭിപ്പടയായി. നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ പ്രിയ കുഞ്ഞിന് ദൈവം കൊടുത്ത വിജയത്തിനായി ഇനി അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കെല്ലാം ദൈവം നല്ല വിജയം കൊടുക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും അല്പനിമിഷം ദൈവശ്രീ നന്ദിയോട് സ്തോത്രം പറയാം. സ്തോത്രം. മറ്റെന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ട്.
പാസ്റ്ററിലെ ഞാൻ എൻ്റെ മോടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചിരുന്നു. ബിന്ദു ആൻറ്റി വൈകിട്ടത്തെ മീറ്റിങ്ങിലും രാവിലത്തെ മീറ്റിങ്ങിലും ഞാനിങ്ങനെ പറയാനിടയായിരുന്നു. മോടെ വിവാഹത്തിൻ്റെ ആലോചന വന്നപ്പോൾ ഒരു പൈസ പോലും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയിലാണ് ആലോചന വന്നത്. ഒരു ശുശ്രൂഷകനായതുകൊണ്ടും നല്ലൊരു കുടുംബമായതുകൊണ്ടും ഞങ്ങൾ ആ കാര്യത്തിന് വേണ്ടി അവരുടെ വീട്ടിൽ പോകുവാനും സംസാരിക്കാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ ആ നിമിഷം തൊട്ട് കുഞ്ഞുങ്ങൾ പപ്പ ഇല്ല. എന്നാലും ആ നിമിഷം തൊട്ട് എനിക്ക് വളരെ ഭാരമായിരുന്നു. ദൈവം തക്ക സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം മംഗളകരമായി നടത്തുവാൻ ദൈവം സഹായിച്ചു. അനേക പ്രിയപ്പെട്ടവർ കൈത്താങ്ങി. കർത്താവിൻ്റെ ദാസനും ആൻറ്റിയും പ്രാർത്ഥനയിൽ എന്നെ ഒത്തിരി ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ച് സഹായിച്ച കുഞ്ഞിൻ്റെ വിവാഹം തക്ക സമയത്ത് മംഗളകരമായി നടക്കുവാൻ ദൈവം ഇടയാക്കിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്തൊരു സമയത്താണ് എങ്ങനെ നടക്കും എനിക്ക് പല ദിവസങ്ങളിലും ചങ്കിൻ്റെ അത് ഭയങ്കര വിഷമമായിരുന്നു. ആ വിഷയത്തിനൊക്കെയും ദേവദാസിയൊക്കെയും പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് വൈകിട്ടുന്ന കൂട്ടായ്മയ്ക്ക് കൂടുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. രാവിലെ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു ഭയങ്കര വേദനാകരമായ ഒരു സംഭവമാണ്. എന്നാൽ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിച്ചു. ഞാൻ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച അവസ്ഥകളുണ്ട്. മരണത്തോട് മല്ലടിച്ച അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നാൽ ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സുവിശേഷ വേലയിൽ നല്ല രീതിയിലായി തീരുവാൻ എല്ലാ ദൈവമക്കളും പിന്നെയും പ്രാർത്ഥിക്കണം. പൈതങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പഠിക്കുവാണ്. മൂത്ത വയതിലും പഠിക്കുവാണ്. എന്നാൽ ശനിയാഴ്ച ആണ് അവർ ആരാധന സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. അവിടെ താമസിച്ച് ശനിയാഴ്ച വിസിറ്റിങ്ങും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച അവർ വൈകുന്നേരത്തോടെ മടങ്ങി വരുള്ളൂ. പ്രിയപ്പെട്ട ദേവദാസനും ആൻറ്റിയും ദൈവമക്കളും പ്രാർത്ഥിച്ചതിനും വളരെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഷൈനി സിസ്റ്റർ, ഒരു ദൈവദാസന്റെ ഭാര്യ ഷൈനി സിസ്റ്റർ അനുഭവമാണ് പറയാനിടയായത്. എലീശയുടെ കാലത്ത് ഒരു ദൈവദാസി നിലവിളിച്ചു പറയുകയാണ്. എലീശയോട് പറയുക, അല്ലയോ പ്രവാചക, എന്റെ ഭർത്താവ് മരിച്ചുപോയി, അവനൊരു ദൈവഭക്തനായിരുന്ന അല്ലെ, ഒരു ദൈവഭക്തനായ എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു. നിന്റെ ദാസൻ മാത്രമല്ല, അവനൊരു ദൈവഭക്തനായിരുന്നു. അവൻ മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ആകെ പ്രതിസന്ധിയിലായിരിക്കും. ഞങ്ങൾ കുടുംബമായിട്ട് ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നു. കടക്കാർ വന്ന് ഞങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ളൊരു ദൈവനാണ്. പ്രിയ ശരിസിസ്റ്റർ അനുഭവം ആ ദൈവദാസ കർത്താവിന്റെ സ്ഥലത്ത് ചേർക്കപ്പെടുവാടയായി. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ തന്നെ, ഹൃദയ പ്രാർത്ഥന കുടുംബത്തിൽ തന്നെ എന്റെ പരിചയത്തില് 7-8 ദൈവദാസിമാര് ലോകത്ത് നിന്ന് പോയ ദൈവദാസം കരുതുന്നു. ദൈവം അവർക്ക് വേണ്ടി പുലർത്തുന്നു. ആ ദൈവദാസം മരിച്ചുപോയതിന്റെ പേരിൽ പലവിധമായ വേദനകളും നിന്ദകളും ഒക്കെ സഹിക്കുന്ന അനേക ദൈവദാസിമാരുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് വിഷമിക്കുന്ന ദൈവദാസിമാരുണ്ട്. സ്വര പ്രാർത്ഥന അതിനിടെ ഒരു പ്രാവശ്യം UK അയർലൻഡുകാർ കോവിഡ് സമയത്ത് 8ഓളം പാസ്റ്റർമാരാണ് വടക്കേ ഇന്ത്യയെ ഭരിക്കുവാടയായത്. ആ ദൈവദാസിമാര് ഏകരായി, കുഞ്ഞുങ്ങൾ ഏകരായി, ആ കുടുംബങ്ങളെ ചെറിയ രീതിയിൽ കൈത്താങ്ങുവാനൊക്കെ ദൈവം സഹായിപ്പാടയായി. പ്രിയപ്പെട്ട ദൈവങ്ങളെ, ഞാൻ പറഞ്ഞ ഉദ്ദേശം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ള ദൈവമാണ്. ഷൈനസിന്റെ ഭർത്താവ് ആ ദൈവദാസൻ കർത്താവിന്റെ സന്നാധി ചേർക്കപ്പെട്ടു. കുഞ്ഞുങ്ങളെ ഭാവിയെ ഓർത്ത് അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ആ ദൈവദാസി വളരെ വിഷമിച്ചു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാടയായി. കുഞ്ഞിന്റെ വിവാഹം ഞങ്ങൾ ഓൺലൈനിൽ കൂടി പങ്കെടുക്കുവാനും ഞങ്ങൾ ആ വിവാഹം കാണുവാനും ഒക്കെ ദൈവത്തെ സഹായിച്ചു. ദൈവം ചെയ്ത നന്മ എത്ര വലുതാണ്. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ച നന്മകൾക്കായി, അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ എല്ലാവരും കർത്താവിന് ഒരു നന്ദി പറഞ്ഞാട്ട് സ്തോത്രം. കുടുംബമായി ആ കുഞ്ഞുങ്ങളെ ദൈവം വീണ്ടും മാനിക്കാൻ വന്നതിനായിട്ട് എല്ലാവരും അല്പ നിമിഷം സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞാട്ട് അനുഭവങ്ങളുണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ, ഞാൻ സാറാമ്മ ജോയിയാണ്. ഞാൻ പലപ്പോഴും ശാരീരിക ക്ലേശങ്ങൾ എനിക്കും അച്ചായനും അതുപോലെ ഞങ്ങളുടെ തലമുറകൾക്കൊക്കെ കടന്നു വന്ന സ്ഥാനത്ത് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പറഞ്ഞു. ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് വൈകിട്ടും ഞങ്ങൾ പ്രത്യേകമായി കൂടി വരുമ്പോൾ പ്രാർത്ഥിച്ചു. എല്ലാ വിഷയത്തിനും തന്നെ ദൈവം വിടുതലും ആശ്വാസം തന്നു കൊടുത്ത ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും സമർപ്പിക്കുന്നു. സ്തോത്രം. സാറാമാൻറ്റി പറഞ്ഞ വിഷയം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ദൈവം ചെയ്തു. ദൈവം ശാരീരികമായ പലവിധമായ പ്രയാസങ്ങളിൽ കൂടി ബുദ്ധിമുട്ടുകളിൽ കടന്നുപോയ നിമിഷം
കർത്താവിന്റെ കാര്യം തൊട്ട് ദൈവം സൗഖ്യമാക്കി. ദൈവമേ ഞാൻ കൊടുത്ത വിടുതലായി എല്ലാവരും മരുമനാഥന് നന്ദി പറഞ്ഞാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം വിടുവിച്ച എല്ലാവിധങ്ങൾക്കായി സ്തോത്രം 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 സ്തോത്രം. ആമേൻ. മറ്റെന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ മറ്റെന്തെങ്കിലും ദൈവം ചെയ്ത വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടോ? പ്രൈസ് ലോർഡ് പാസ്റ്റർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ മഞ്ഞപ്പിത്തത്താലൊക്കെ ഒത്തിരി ഭാരപ്പെട്ട ശാരീരിക ക്ലേശങ്ങളാലൊക്കെ ആയിരുന്നു. രാവിലെയുള്ള പ്രയർ ഗ്രൂപ്പിലും വൈകിട്ടും ഒക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് ദൈവമക്കളും ദേവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ വിടുതൽ സൗഖ്യം എന്റെ ശരീരത്തിന്മേൽ തന്നു. ദൈവം നമുക്ക് അനുഭവിച്ചറിയാൻ എങ്ങനെ അത് ദൈവത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം എന്റെ ശരീരത്തിന്മേൽ അനുഭവിച്ചത് അതൊരു വലിയ അത്ഭുതമാണ് സംഭവിച്ചത്. ആഹാരമൊന്നും എനിക്ക് കഴിക്കാൻ വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത വളരെ ബലഹീനയായിരുന്നു എനിക്ക്. പെട്ടെന്ന് എന്റെ ശരീരത്തിന്മേൽ കർത്താവ് ബലം പകർന്നു തന്നു. ആഹാരമൊക്കെ അന്ന് ഉച്ചയ്ക്ക് ശേഷം നന്നായിട്ട് കഴിക്കുവാൻ കഴിഞ്ഞ് അന്ന് മുതൽ ഇന്നുവരെയും ആ രീതിയിൽ തന്നെ ആയിരിക്കുന്നു. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അതേപോലെ തന്നെ അനുജയുടെ ഡെലിവറി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞിന് 2 കോട് കഴുത്തെ കൂടെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കുറവായിരുന്നു. ആ വിഷയമൊക്കെ ഞാൻ പറഞ്ഞു. അതെല്ലാം ദൈവം മാറ്റി കുഞ്ഞിന് നല്ല നോർമൽ വെയിറ്റോടുകൂടി സുഖകരമായ ഒരു ഡെലിവറി തക്ക സമയത്ത് കർത്താവ് നൽകി തന്നു. അമ്മയും ക്ഷേമത്തോടായിരിക്കുന്നു. പ്രാർത്ഥിച്ച എൻ്റെ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രാർത്ഥന വെറുതെ അല്ല. രാവിലെ ഉള്ള സമയത്ത് വൈകുന്നേരത്തൊക്കെ നമ്മളൊരു സ്തോത്രം പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അതുപോലെ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ദൈവം വിടുതൽ നിന്ന് അവസാനമായി പറഞ്ഞത് ഡെൻവർ മോൻ, എൻ്റെ കൊച്ചുമോന് 2.5 വയസ്സുള്ളവന് പെട്ടെന്ന് വിട്ടുമാറാത്ത ചൂടും പനിയായിട്ട് ഈ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ വളരെ ഭാരപ്പെട്ട് വീട്ടിലിരുന്ന് മരുന്ന് കൊടുത്തതല്ലാതെ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകാനിടയായി തീർന്നില്ല. അത്ഭുതകരമായ വിടുതൽ കർത്താവ് കൊടുത്ത് ചൂടൊക്കെ വിട്ടുമാറി കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യവും വിടുതലും കിട്ടി. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഒരിക്കൽ കൂടി ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കർത്താവ് ഭാഗ്യം തന്നു. പിന്നെ അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മോന് ഒരു അർമേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു പോകാൻ വേണ്ടി അവര് വിസ അയച്ചു തന്നു. അതിന്റെ ടിക്കറ്റ് ഇതുവരെയും വന്നിട്ടില്ല. ആ ഒരു വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. ചർച്ചിൽ വരുന്നുണ്ട്, സ്നാനപ്പെട്ടിട്ടില്ല. മോനും പിന്മാറ്റത്തിലായിരിക്കുക. മോളുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുന്നു. അത് നടക്കണം. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനുണ്ട്. ഇതുവരെ എന്നെ താങ്ങിയ സപ്പോർട്ട് ചെയ്ത പ്രാർത്ഥിച്ച ബെൻസൺ പാസ്റ്റർക്കും കുടുംബത്തിനും പ്രാർത്ഥനാ ധ്വനിയിലുള്ള ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. മാനമോട്ട് എന്റെ കർത്താവിന് പ്രിയ അമ്മണി അലക്സാൻഡ്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന വിഷയമാണ്. മഞ്ഞപ്പിത്തത്താൽ വളരെ ഭാരപ്പെട്ടു. മഞ്ഞപ്പിത്തത്തെ ശരീരത്തിന് വ്യാപിച്ചു. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആവുകയായല്ലോ. നാം ഒരുമിച്ച് പ്രാർത്ഥിപ്പടയായി. കർത്താവത്തോളം സൗഖ്യം നൽകി, ആരോഗ്യം കൊടുത്തു, ബലം കൊടുത്തു. ഇനി ആ മഞ്ഞപ്പിത്തത്തിന്റെ യാതൊരു പ്രയാസവും ഉണ്ടാകാതെ കർത്താവിന്റെ ഉള്ള കരങ്ങൾ ദൈവം പരിപാലിപ്പടയായി. പ്രിയാന്റിയുടെ മരുമോക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഡെലിവറി സംബന്ധമായ ചില ഡെലിവറിയുടെ സമയത്ത് അല്പമായ പ്രയാസങ്ങളൊക്കെ ആ കുഞ്ഞിനുണ്ടായെങ്കിൽ തന്നെയും തക്ക സമയത്ത് ഒരു വലിയ ദൈവം അയക്കുവാടയായി. ദൈവം അത്ഭുതം പ്രവർത്തി കൃപയ്ക്കായി എല്ലാവരും അല്പനിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ദൈവമേ സ്തോത്രം സ്തോത്രം. ദൈവം ചെയ്തിനായി സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനും കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ വർഷം 9-ാം തീയതി ഏപ്രിൽ 9-ാം തീയതി ഞങ്ങളെ വിട്ടു പോയി. പക്ഷെ 1 വർഷക്കാലം ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. ആരും എന്താണെന്ന് ഒന്ന് ഈ ഭവനത്തിലേക്ക് മാറി കഴിഞ്ഞ് എല്ലാവരും വരാന്ന് പറഞ്ഞെങ്കിൽ ഒരു കുഞ്ഞു പോലും ഇവിടെ വന്നില്ല. തരാന്ന് പറഞ്ഞവരാരും കൈ നീട്ടില്ല. പക്ഷെ ദൈവത്തിൽ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അത്ഭുതവും അതിശയകരമായി ഞങ്ങളെ 1 വർഷക്കാലം ഈ പ്രിയപ്പെട്ടവരുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതിലുപരിയായി കർത്താവിന്റെ ദാസനും കുടുംബവും ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിച്ചു. ഒത്തിരി പ്രതികൂലങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിട്ടെങ്കിലും അവയുടെ നടുവിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അത്ഭുതകരമായി ഇവിടെ ഞങ്ങളെ പോറ്റി നടത്തി. ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാനിടയായി തീർന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യമല്ല, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തിൽ ഉപേക്ഷിക്കരുത് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ ആ വാക്യത്തെ എത്ര വലുതാണെന്ന് ഈ ദിവസങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ 2 പേരെയും ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ദൈവം അവർക്ക് വേണ്ടി ഒരു ഭാവി ദൈവം തക്ക സമയത്ത്
ഒരുക്കും എന്നുള്ള വിശ്വാസത്തോടെ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. പ്രിയപ്പെട്ടവർ, പിന്നെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കോട്ടയായി. അനുഗ്രഹമായ കർത്താവിന്റെ ദാസന്മാരുടെ രാവിലെയും ഉള്ള ആ വചനത്തിനായി പലപ്പോഴും ഞാൻ കാതോർക്കും. എപ്പോഴും എനിക്ക് രാവിലെ പറയുന്ന ദൈവത്തിന്റെ വചനം വലിയ അനുഗ്രഹവുമായി തീരുന്നുണ്ട്. അതിനായി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെയും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കാനായി കർത്തദാസിന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ അതിൽ സമയക്കുറവുണ്ട്. ഞാൻ മറ്റൊരു സമയത്തേക്ക് മാറ്റി ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇത് ഒരു ദൈവദാസിയാണ്. ദൈവദാസിയുടെ വേദനകൾ ഫലനടയായി. ആമേൻ, സ്തോത്രം. ദൈവം അവരെ നടത്തിയ വിധങ്ങളെ പറ്റി പറയുവാനിടയായി. സ്തോത്രം. ആമേൻ. ഞാൻ ആരംഭത്തില് പറഞ്ഞല്ലോ, ദൈവദാസന്മാരൊക്കെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ പല വീടുകളൊക്കെ പല പാസ്റ്റേജുകളൊക്കെ നമ്മൾ മാറി 3 വർഷം 4 വർഷം കഴിഞ്ഞ് മാറി കൊടുക്കണം. അങ്ങനെ അനേക പാസ്റ്റേജുകൾ മാറി അവസാനം റിട്ടയർമെന്റിന്റെ സമയമാകും. പല ചർച്ചകളിലൊക്കെ 65-70 വയസ്സിനുള്ളിലൊക്കെ റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് ഏത് പാസ്റ്റേജിലോടാണ് ഞാൻ പോകുന്നത്? ദൈവദാസന്മാർക്ക് സ്വന്തമായ ഒരു വീടില്ലെങ്കിലുള്ള പ്രയാസം എത്ര വലുതാണെന്നറിയാമോ? എത്ര ദൈവദാസന്മാരെ എനിക്കറിയാം, ഒത്തിരിയും പാസ്റ്റർമാരെ എനിക്കറിയാം. പാസ്റ്റേജിൽ താമസിച്ച വീടുകൾ മാറി അവസാനം റിട്ടയർമെന്റ് ആവുന്ന സമയത്താണ് ഓർക്കുന്നത്, ദൈവമേ, എനിക്കൊരു സ്വന്തം വീടില്ലല്ലോ, ഇനി എങ്ങോട്ട് പോകും? കുഞ്ഞുങ്ങൾക്ക് കല്യാണാലോചന വരുന്ന സമയത്ത് ഇവിടെ ഒരു പാസ്റ്ററിന്റെ മോന് വിവാഹാലോചന വന്നപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ ചോദിച്ചു, സ്വന്തം വീടുണ്ടോ എന്ന് ചോദിച്ചു. വീടില്ലാത്തത് കാരണം എന്താ വീടില്ലാതെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണല്ലോ, പാസ്റ്റേജിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് വീട് വെക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ആ വിവാഹം നടന്നില്ല. എത്ര പ്രയാസമാണെന്നറിയാമോ, ഒത്തിരി ബുദ്ധിമുട്ടാണെന്നറിയാമോ? പക്ഷേ ആ ദൈവദാസൻ കരഞ്ഞ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് അദ്ദേഹത്തിന് മനോഹരമായ ഒരു ഭവനം ദൈവം കൊടുക്കുകയായി. പ്രിയ ദൈവദാസിയുടെ ആ അനുഭവങ്ങൾ കേൾക്കുകയായല്ലോ. കരുതാം, കൂടെയുണ്ട്, ഞങ്ങളെല്ലാം കൂടെയുണ്ടെന്ന് പറയും. ആൾക്കാരെല്ലാം മോഹന വാഗ്ദാനങ്ങളെല്ലാം പറയും. പക്ഷെ കാര്യത്തോടടുക്കുന്ന സമയത്ത് ഇവരാരും കൂടെ കാണുകയില്ല. പക്ഷേ ലോകാവസാനത്തോട് നാളെ നമ്മുടെ കൂടെയുള്ള കർത്താവ് ആ കുടുംബത്തെ ആശ്വസിക്കുക. ആ സഹോദരിയുടെ സാക്ഷ്യം കുഞ്ഞുങ്ങളെ ദൈവത്തോളം നടത്തി കർത്താവിന് ഒരു നന്ദി പറഞ്ഞാൽ, ദൈവമേ, അങ്ങ് നടത്തിയ എല്ലാവിധങ്ങൾക്കായി സ്തോത്രം. ദൈവാദാസിയെ കുഞ്ഞുങ്ങളെ വീണ്ടും മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ വീണ്ടും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന പശ്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. മറ്റെന്തെങ്കിലും അനുഭവങ്ങളോ സാക്ഷ്യങ്ങളോ പറയാനുണ്ടോ ആർക്കും? പേരൊന്ന് പറയണേ. പേര് പറയണ. ബിന്ദു ബെൻസൺ. ഓ, സ്തോത്രം. ഞാനേ പറയാം. കർത്താവിന്റെ ദിവരസ്ഥാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വനത്തിൻ താഴെക്കൂടെ കടന്നു പോയപ്പോഴും ലോകവൈദ്യന്മാർ പല കാര്യങ്ങളും വിധി പറഞ്ഞപ്പോഴും ആയുസ്സോടെ ആരോഗ്യത്തോടെ കേരളത്തിൽ കടന്നു പോകാനും ജീവനുള്ളവളായി കാലുള്ളവളായി ദൈവത്തെ സ്തുതിപ്പാനും മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ കാണുവാനും ഒരു വർഷം ഗുജറാത്തിൽ സന്തോഷത്തോടെ മടങ്ങി വരുവാനും ദൈവം അടിയന് ഭാഗ്യം തന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ആത്മാർത്ഥമായി ശക്തമായി കണ്ണുനീരോടെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുള്ള ദൈവത്തിലുള്ള നന്ദി വീണ്ടും എല്ലാവരോടും അറിയിക്കുന്നു. ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ ബിന്ദുസിന്റെ അനുഭവങ്ങൾ കേൾക്കുവാൻ ദൈവമുടെയായല്ലോ. ഞങ്ങള് ഈ വർഷം കുടുംബമായി നാട്ടിൽ കൺവെൻഷന് കടന്നുപോയി. ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി ദൈവം കൊടുത്ത വിടുതല്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത സമയത്ത് എങ്ങനെയായി തീരുമെന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ ക്ഷേമത്തോടെ ഞങ്ങൾ ഇവിടെ എത്തി. കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. നാട്ടിലെത്തുവാനും അവിടെ ചെന്നപ്പോഴും നമ്മുടെ പ്രാർത്ഥന സഹായികളൊക്കെ ഞങ്ങളെ കാണുവാനും വരുവാനും പ്രാർത്ഥിപ്പാനും കൺവെൻഷന് പങ്കെടുക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. കർത്താവിന്റെ വിലപ്പെട്ട സാക്ഷ്യം പറയുവാൻ ഞങ്ങളുടെ ദാസിയെ ദൈവം സഹായിച്ചു. ദൈവം കൊടുത്ത വിടുതലിനായി സൗഖ്യത്തിനായി എല്ലാവരും അല്പ നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് കർത്താവെ കൊടുത്ത വിടുതലിനായി സ്തോത്രം. ആർക്കും അനുഭവങ്ങൾ ഇനി പറയാനുണ്ടോ? ഞാൻ പ്രാർത്ഥനാ ധ്വനിയില് പുതിയ അംഗമാണ്. മോന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി വിദേശത്ത് പോകാനായിട്ട് ശ്രമിച്ചു. ഒത്തിരി സാമ്പത്തികം നഷ്ടപ്പെട്ടു. ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്ന തന്നെ ഒരു സാമ്പത്തിക നഷ്ടത്തിലൂടെയാണ്. ആ ഒരു വിഷയത്തിലാണ് വിശ്വാസത്തിൽ വരുവാൻ ഇടയുണ്ടായത്.
ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മോന് കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അതിന് സാമ്പത്തിക ആവശ്യമാണ്. 5.5 ലക്ഷം രൂപ ആവശ്യമാണ്. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവന് എന്തിന് ശ്രമിച്ചാലും നടക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവന് ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഭാരപ്പെടുന്ന കാരണം അവന് വിശ്വാസത്തിൽ മടിച്ചു നിൽക്കുന്നതായ ഒരവസ്ഥ. അവൻ്റെ ആത്മീയം മടങ്ങി വരുവാനും അവൻ്റെ വിദേശയാത്രയ്ക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സ്ഥലം എവിടെയാ? നാട്ടിലെവിടെയാ സ്ഥലം? ഷേർലി ക്ലെമന്റ്, നാട്ടിൽ തിരുവനന്തപുരം. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടത് നമ്മുടെ സ്റ്റാർബറിന്റെ പരിചയത്തിലാണ് പരിചയപ്പെടുവാനായത്. കർത്താവ് ഒരു വലിയ അത്ഭുതം, യേശുവിന്റെ അധികാരം പ്രാപിച്ച ഒന്നാമത് മോന്റെ വിഷയത്തിന്മേൽ ദൈവ അത്ഭുതം പ്രവർത്തിച്ചതിനായി എല്ലാവരും നന്ദി പറഞ്ഞാട്ട് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാട്ട് ദൈവാത്ഭുതത്തിന്റെ വഴികൾ തുറന്ന് പാലിക്കണമേ യേശുവിന്റെ നാമത്തില്. കർത്താവേ, ഇന്ന് തന്നെ ദൈവത്തിന്റെ മറുപടി കാണുവാൻ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ ആമേ. കർത്താവിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി ദൈവം പ്രിയ മകളുടെ ദൈവം അയച്ചനായ കുടുംബത്തിനുമേ അയച്ചനായി എല്ലാവരും സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം. ഞാൻ രാജസ്ഥാനിൽ ദൈവം ഇതുവരെ ദൈവം നടത്തി ചെറുതുമല്ല വന്നാനേ ആവശ്യവും അതുപോലെ ദൈവം നടത്തി ഗ്രൂപ്പിലുള്ള എല്ലാ ഗ്രൂപ്പിന്റെയും പ്രാർത്ഥന ഇതുവരെ എന്റെ ഇതിൽ ആശ്വാസമായിരുന്നു, അനുഗ്രഹമായിരുന്നു. വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദാസൻ ജിജി പാസിന്റെ സഹധർമ്മനെ ഷാരഫ് ഫെലോഷി ചർച്ചിന്റെ കർത്താവിന്റെ വേലയിൽ രാജസ്ഥാനിലെ ദൈവശക്തമായി ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്ത ദാസന്റെ കുടുംബമാണ്. ആമേൻ. ജിജി പാസ് കുടുംബം അനേക ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനൊക്കെ പ്രിയ ദൈവദാസിയെ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ മാനിപ്പാൻ, അനുഗ്രഹിപ്പാൻ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനുമേ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ എല്ലാവരും അല്പനിമിഷം ദൈവത്തിന് നന്ദിയോട് സ്തോത്രം പറഞ്ഞാട് ആ രാജസ്ഥാനത്തിൽ കർത്താവിന്റെ ശക്തമേറിയ വേല ചെയ്യുമ്പോൾ ദൈവത്തെ കുടുംബമായി ശക്തമായി ഉപയോഗിപ്പാൻ അനേക ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ ഞങ്ങളുടെ ദാസന്റെ സാമ്പത്തികവും ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ എല്ലാവരും അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം മോളിക്കുട്ടിയാണ്. പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു വഴിയില്ലായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് വഴിയില്ലാതെ വളരെ പ്രയാസത്തോടെ ആയിരുന്നു. എന്നാലും കർത്താവ് എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് അടുത്തുള്ളവർ. എന്നാലും ഞങ്ങൾക്ക് വഴി തരത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും കർത്താവ് വഴി തന്നു. അത് മണ്ണൊക്കെ ഇട്ട് നിരത്തി. ഇനി ബാക്കി കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്യണം. പ്രാർത്ഥിച്ച പ്രത്യേകിച്ച് ഞാൻ ബിന്ദുവാൻ്റെയോട് വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ച് ഗ്രൂപ്പിൽ കയറി അന്ന് മുതൽ ഞാൻ ആ വിഷയം പറഞ്ഞിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട്, പ്രത്യേകിച്ച് ദേവാസിനും കുടുംബവും അതുപോലെ എല്ലാ ദേവദാസിമാരും പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായി ദൈവം ചെയ്തു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് വലിയ വഴി, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അതിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അത് തന്നെയല്ല, പല വിഷയങ്ങൾ കർത്താവ് എനിക്ക് മറുപടി തന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ നാട്ടിലാണ്. ഇന്ന് ഞങ്ങൾ മടങ്ങി പോകുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഓർത്ത് പ്രാർത്ഥിക്കണമേ. വെസ്റ്റ് ബംഗാളിൽ കർത്താവിന് വേല ചെയ്യുന്ന ദേവദാസി ഞാൻ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്. ഇതിപ്പോ വെസ്റ്റ് ബംഗാളിൽ കർത്താവിന് വേല ചെയ്യുന്ന ദേവദാസിയുടെ അനുഭവം. ആ സ്വന്തമായ നാട്ടിലെ ഒരു വീടിന്റെ കാര്യം, സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വീട് കിട്ടിയാലും സ്ഥലമില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എത്ര വലുത്. നമ്മുടെ ദൈവദാനം പാസിന് ഉൾപ്പെടെ വീടുണ്ട്. ചെറിയ കയറി വരാനായിട്ടൊക്കെ ദൈവദാസന് അന്ന് അപകടം ഉണ്ടായ സമയത്തൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് പോയ രംഗമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സുരേഷ് പാസിനോട് പറയുവാനായി. അപ്പൊ സ്ഥലം, വണ്ടി കയറാനായിട്ടോ വീട്ടോട് നടന്നു ചെല്ലാൻ വേണ്ടി അല്പം സ്ഥലം ആവശ്യമാണ്. ആ പ്രിയ ദൈവദാസി വെസ്റ്റ് ബംഗാളിലെ ഒരു കുടുംബമായി കർത്താവിന്റെ വേലയിലാണല്ലോ. അവർക്ക് നാട്ടിലൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, സ്ഥലത്തിന് വേണ്ടി ദൈവത്തോളം പ്രവർത്തിച്ചു. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവമേ, അങ്ങ് ആ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിച്ച കൃപയ്ക്കായി എല്ലാവരും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയിൽ അവരായിരിക്കുമ്പോൾ അവരെല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ മഞ്ജു ഗ്രൂപ്പിൽ കയറി. ഞാൻ ബീനയാണ്. വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. എനിക്ക് സ്വന്തം വസ്തു ഉണ്ടെങ്കിലും വീടൊന്നും വെക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര തടസ്സങ്ങളും കാര്യങ്ങളുമാണ്. അങ്ങനെ ഇരിക്കെ ദൈവം ഞങ്ങൾക്കൊരു മോള് വഴി ഒരു ലോൺ എടുത്ത് ഇച്ചിരി സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. വീടിന്റെ കല്ലിടിയിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞെങ്കിലും അത് മുന്നോട്ട് നീങ്ങുന്നില്ല. അതൊരു ചെറിയ ഒരു എന്തുവാണെന്നറിയത്തില്ല, കാലാവസ്ഥയുടെയൊക്കെ കൊണ്ടായിരിക്കും അത്. പക്ഷെ അങ്ങനെ ഒരു തടസ്സമായിട്ട് കിടക്കുന്നു. എന്നാലും ഒരു വീടിനൊരു അടിസ്ഥാനമായി എന്നൊരു സന്തോഷമുണ്ട്. ഈ പ്രാർത്ഥന ധ്വനിയിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒരുപാട് പ്രാർത്ഥന എനിക്ക് രാവിലെ ആയാലും വൈകിട്ടായാലും കയറുന്നത് കൊണ്ട് കിട്ടുന്നുണ്ട്. ഇനി ആ വസ്തുവിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട്, അതും കൂടെ ഒന്ന് ഈ മാസം 15-ാം തീയതിയാണ് വസ്തുവിന്റെ കേസ് വെച്ചേക്കുന്നത്. അതും കൂടെ ഒന്ന് ശരിയാകണം. അതിനുവേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മളെ ബീനസിന് വേണ്ടി പ്രാർത്ഥിപ്പടയായാലോ. ഒരു വീടിന്റെ പണിക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചു. അതിന്റെ കല്ലിടിയിലെല്ലാം നടക്കുവാടയായി. ബാക്കി മുമ്പോട്ടുള്ള പണികളെല്ലാം പൂർത്തി. നമുക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ആമേൻ. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശു പൂർണ്ണമായി തീർക്കുന്ന ഒരു ദൈവമാണ്. കർത്താവെ, എത്രയും പെട്ടെന്ന് തന്നെ ആ വീടിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ആ ഭവനം ദൈവം തുറന്നു കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിന് അതിനാവശ്യമായ സാമ്പത്തിക വഴികളും നന്മകളെല്ലാം ദൈവം തുറക്കാൻ പോകുന്നതിനായി എല്ലാവരും അല്പനിമിഷം സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് അമിത കെനഡി. ഞാനും 3 വർഷത്തിന് മുമ്പ് എനിക്കൊരു ഭവനം ഇല്ലാതിരുന്നു. അന്നേരം സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞാനും ബിന്ദു സിസ്റ്ററിനെ കണ്ടുമുട്ടുന്ന സമയത്തൊക്കെയും എനിക്കൊരു സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്ന സമയത്തായിരുന്നു. അപ്പം ഈ വിഷയം പറയുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം ഞങ്ങൾ അത്ഭുതകരമായ അതിശയകരമായ ഒരു ഭവനം സ്വർഗത്തിലെ ദൈവം എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളും മോള് ഈ 12th നല്ല മാർക്കോടുകൂടെ ജയിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. മോന് ബാംഗ്ലൂരിന്റെ പ്രദേശത്തായിരിക്കുന്നു. അവനും 2ാമത്തെ സെമിസ്റ്ററിൽ BCA പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ അത്ഭുതകരമായ അതിശയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പറഞ്ഞ വിഷയത്തിന്മേൽ ഒരു ഭവനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരിയും പേര് ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ പ്രയർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് ഒത്തിരി പ്രിയപ്പെട്ടവര് ഒരുമിച്ച് കൂട്ടായി ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാടയായി കർത്താവ് അവർക്കൊരു ഭവനം ദാനമായി നൽകുവാടയായി. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്ര. കർത്താവെ, ആ ഭവനത്തിന്റെ ഉള്ളറയിൽ ദൈവാത്മാവിന്റെ ജയത്തിന്റെ ഘോഷം, ഉല്ലാസത്തിന്റെ ഘോഷം മുഴങ്ങുവാൻ, അനേർക്കൊരു ആശ്വാസമായി അതിൽ ഭവനം തീരുവാൻ, അവിടെ കയറി വരുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തെ വീണ്ടും പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏകദേശം 6 മാസത്തോളമായി ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ആൻറ്റിമാരും എൻ്റെ സഹോദരിമാരും, വിശേഷ ബിന്ദു ആൻറ്റിയും പാസ്റ്റോടും എല്ലാം ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും എൻ്റെയൊക്കെ മധ്യത്തിൽ പ്രാർത്ഥനയുടെ ഒറ്റ ബലം കൊണ്ടാണ് ഓരോ ദിവസം ഞാൻ കടന്നു പോകുന്നത്. ശാരീരികമായി വളരെ ക്ലേശങ്ങളോടെ കടന്നു പോകുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അതിന്മേലൊരു വിടുതൽ തരുവാൻ ദൈവം എന്നെ ഇതുവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ മധ്യത്തിലൊക്കെ എൻ്റെ ആൻറ്റിമാരും സഹോദരിമാരൊക്കെ പ്രാർത്ഥിച്ച് അതിന്മേലെല്ലാം ദൈവം അത്ഭുതകരമായി വിടുതൽ തന്നുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ എൻ്റെ മൂത്ത മോൻ കൈലാസ് പഠനം മുന്നോട്ട് പഠിക്കാൻ കഴിയാതെ ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ 15-ാം തീയതി മുതൽ ഒരു പുതിയ കോഴ്സ് പഠിക്കാനായിട്ട് കടന്നു പോകുന്നു. എൻ്റെ മുൻപിൽ വഴികളൊന്നുമില്ല, എന്നാൽ അനേക വഴികളുള്ള എൻ്റെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ആ വിഷയത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 15-ാം തീയതിയാണ് കുഞ്ഞിന് അഡ്മിഷൻ എടുക്കേണ്ടത്. അന്ന് സാമ്പത്തികം ആവശ്യമാണ്. പിന്നെ 9 മാസത്തെ കോഴ്സാണ്. അതിനുള്ളിൽ അവന് ഫീസ് അടച്ച് തീർക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ ഇത്രത്തോളം എന്നെ നടത്തി എൻ്റെ തമ്പുരാൻ പിന്നെയും നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പൈതലിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇളയ 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിലും പഠനത്തിലും എല്ലാം ദൈവ സാന്നിധ്യം കൂടിയിരിക്കുന്നതിനും പ്രിയപ്പെട്ടനെ ഓർത്ത് പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. മഞ്ജു സിസ്റ്റർ പറഞ്ഞ വിഷയം എല്ലാരും കേട്ടല്ലോ. പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവത്തോളം പ്രവർത്തിപ്പാടെ
കർത്താവിന്റെ കരം ഇന്നും കുറുതായിട്ടില്ല, കർത്താവിന്റെ ചെവി ഇന്നും മന്ദമായിട്ടില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ച വിധങ്ങളുടെ സാക്ഷ്യം കേട്ടല്ലോ. കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുക. ഇന്നും കർത്താവിന്റെ കരം കുറുതായിട്ട്, ഇന്നും കർത്താവിന്റെ ചെവി മന്ദമായിട്ടുമില്ല. മുമ്പോട്ടുള്ള എല്ലാ വിഷയങ്ങളുടെ പേരും ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന കൃപയ്ക്കായി എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. എൻ്റെ പേര് സജിനി. ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്നതെന്ന് മുതൽ എൻ്റെ കുടുംബത്തിന് ഒരുപാട് വിഷയങ്ങൾക്ക് ദൈവം എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം ഒരുപാട് ക്ലേശങ്ങൾ കുടുംബത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കാര്യത്തിൽ ഞാനാണെങ്കിലും മരണത്തിൽ നിന്ന പോലെ വിടുവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും പ്രാർത്ഥനയുടെ തണലാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനും ആശ്വാസമായി തീർന്നത്. എൻ്റെ തലമുറയുടെ വിഷയത്തിന്മേൽ അങ്ങനെ നിരവധി വിഷയങ്ങൾക്ക് ദൈവം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും അവിടെയൊക്കെ എനിക്ക് താങ്ങും തള്ളുമായിട്ട് പ്രാർത്ഥന ഒരു കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ തലമുറയെ ഓർത്ത് പ്രത്യേകം ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷാവന്തസിനോട് രഹസ്യമായിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ അറിയാനൊക്കെ ഇടയായിട്ടുണ്ട്. അവിടെയൊക്കെയും പ്രാർത്ഥനയാണ് എൻ്റെ കുടുംബത്തിൻ്റെ താങ്ങായി തീർന്ന്. തുടർന്നും എൻ്റെ പ്രിയപ്പെട്ടവനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അടിയനെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിനെ താണിരിക്കുന്നു. അനുഭവമാണല്ലോ ദൈവം വിടുവിച്ച, ദൈവം കരുതിയ വിധങ്ങൾക്കായി എല്ലാവരും നന്ദി പറഞ്ഞാട്ട്. നന്ദി കർത്താവേ. കഴിഞ്ഞ നാളിലൊക്കെ പല അപകടങ്ങളെ കൂടി നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമായി വിടുവിച്ചല്ലോ. ദൈവമായി വീണ്ടും മാനിക്കണമേ. സ്തോത്രം സ്തോത്രം. ജെയിംസ് പറയണ്ടോ? സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വൈകുന്നേരം സമയത്ത് പ്രാർത്ഥനയ്ക്ക് കയറുവാൻ ഒരു സാധ്യതയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ 3 വർഷം മുമ്പേ പ്രയർ ലൈനിൽ കയറുന്നത്. എന്നാൽ ദൈവം എനിക്ക് 4 മണിക്ക് കയറാൻ തക്കവണ്ണം ദൈവം സാവകാശം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പൊതുവിൽ ഒരുപാട് വിഷയങ്ങൾ ബിന്ദു ആന്റിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവം മറുപടി അക്ഷരികമായും ആത്മീയമായും സാമ്പത്തികമായും എല്ലാ വിഷയത്തിലും കർത്താവ് സഹായിച്ചു. ഒരു വിഷയത്തിലല്ല, ഒരുപാട് വിഷയത്തിൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. രഹസ്യം പാരസ്യമായി പൊതുവിൽ പറഞ്ഞ വിഷയങ്ങളെക്കാൾ അധികം രഹസ്യമായ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ദേശീയപ്പച്ചൻ അത്ഭുതം പ്രവർത്തിച്ചതിനായി നന്ദി. ബിന്ദു ആന്റി പറഞ്ഞ ആ വിഷയത്തിന് അപ്പുറത്തോട്ടില്ലാതെ അതെല്ലാം ദൈവം എങ്ങനെ സംഭവിച്ചതെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കത്തക്ക രീതിയിൽ ബിന്ദു ആന്റിയുടെ വാക്കുകൾ കേൾക്കുകയും എനിക്ക് അത് അത്ഭുതമായി പരിണമിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളിതോടെ ദൈവം നടത്തി പ്രാർത്ഥന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോടൊപ്പം നിന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും എന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈത്താങ്ങുകയും ചെയ്തതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ രാവിലെ അങ്ങനെ അധികം കയറാറില്ല, എനിക്ക് കഴിയുന്നില്ല. എന്നാൽ ദൈവം ഇത്രത്തോളം നടത്തി. ബിന്ദു ആന്റിയും ഞങ്ങളുടെ പ്രയർ ലൈനിലുള്ള എല്ലാവരും 4 മണിക്ക് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ തന്നെ ഞാൻ പറയണമെന്ന് കരുതിയതല്ല, എൻ്റെ മുഖത്ത് പെട്ടെന്ന് നീരുണ്ടായി ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങിയതാ. അപ്പോഴും ബിന്ദു ആന്റിയുടെ ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ മുഖത്തിന് നീര്, ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് അതിനൊരു പ്രാർത്ഥിക്കാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ട് മരുന്ന് കഴിക്കാൻ മറന്നുപോയി. ഞാൻ മരുന്ന് മേടിച്ചുകൊണ്ട് വെക്കുകയും ചെയ്തു. ദൈവം അതിന് അത്ഭുതകരമായി എന്നെ വിടുവിച്ച് കൂടെ ഉണ്ടാകുന്ന നീര് പൂർണ്ണമായി മാറേണ്ടതിന് പൈതലിന് അലർജിയുടെ ട്രീറ്റ്മെന്റ് കിടക്കുന്നു. പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കണം. അവൾ MBA കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരു ജോലി അത്യാവശ്യമായിട്ട് വേണം. ഇത്രത്തോളം പ്രാർത്ഥിച്ച് എന്നെ കൂടെ നിന്ന് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ബെൻസൺ പാസ്റ്റർ, ബിന്ദു ആന്റി, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തുടർന്ന് ആത്മീയ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ട് ദിവസങ്ങളിലായിരിക്കുന്നു. സ്തോത്രം. അനുഭവങ്ങൾ കേൾക്കുവാണ്ടായാലോ പ്രിയ സിസ്ലി ആന്റി പറഞ്ഞ വിഷയം ദൈവത്തോളം നടത്തി. ശരീരമായ പല പ്രയാസങ്ങൾ കടന്നു പോയപ്പോഴും ദൈവം എല്ലാം വിടുവിപ്പടയായി. നമ്മുടെ വൈകിട്ടത്തെ സഹോദരിമാരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയിലും നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം പ്രിയ സിസ്ലി ആന്റിയുടെ ജീവിതത്തിലും വലിയ ചെയ്തതിന് എല്ലാവരും അല്പ നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് കർത്താവേ പാരമ്പര്യത്തിലിരിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ വിശ്വാസത്തിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനി പോകാൻ ദൈവകൃപയാൽ അവിടെ വെച്ച് ഞാൻ പെടുവാൻ ദൈവം സഹായിച്ചു. നന്മ കൊണ്ടൊക്കെ ഒരു ഭവനം പണിയാൻ പറ്റി. കുഞ്ഞുങ്ങൾ 2 പേരെയും പഠിപ്പിക്കാൻ പറ്റി. 2 പേരും MBA കഴിഞ്ഞ് 2 രാജ്യങ്ങളിലെ കുടുംബങ്ങളായിട്ട് ഇരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസം നിലനിന്നുമാണ് ഈ പ്രാർത്ഥന കൂട്ടായ്മയാണ് എന്നെ നിലനിർത്തുന്നത്. വളരെ പ്രതികൂലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. ഞാനിപ്പം വീട് പണിതെന്ന് പറഞ്ഞില്ല, സ്റ്റെയർ ഉള്ളതുകൊണ്ട് വെളുത്ത മുറി വന്നിരുന്ന ലോക്ക്
ഇതൊക്കെയാണ് ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അതുകൂടാതെ എനിക്ക് ആരാധന കടന്നു പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. വളരെ അങ്ങനെ ഒരു വിഷയത്തിൽ കടന്ന് ഞാൻ ആണ്. ആരും വിശ്വാസത്തിൽ മക്കളും ഹസ്ബൻഡും ഒക്കെ എതിരാണ്. പിന്നെ ഈ സാറ്റർഡേ എനിക്കൊരു കൂട്ടായ്മയ്ക്ക് കടന്നു പോകാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് സാറ്റർഡേ അല്ല ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ മീറ്റിങ്ങുകളാണ്. അപ്പം ആ വിഷയം വെച്ച് ദൈവമക്കളുടെ പ്രാർത്ഥന കുടുംബമായിട്ട് ദൈവം പിടിക്കേണ്ടതിന് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന ശക്തമായി ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്. കൂട്ടായ്മയിൽ ആ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ നിലനിൽപ്പ്, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ എല്ലാം. കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് അസിഡിറ്റിയുടെ രോഗമുണ്ട്. പിന്നെ ഇന്നലെ ഇപ്പോൾ വേറൊരു ഡോക്ടറെ കണ്ടു. എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞിരിക്കും, ദോഷം നേടാൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ ഇപ്പോൾ ഭവനത്തിൽ. തുടർന്നും പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കും. കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. ഈ ഭവനം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനൊക്കെ ദൈവമക്കളുടെ പ്രാർത്ഥന ശക്തമായിട്ട് ചോദിക്കാൻ. രണ്ട് മക്കളും 2 വിദേശ രാജ്യങ്ങൾ, അവർ നാട്ടിലേക്ക് വരാൻ, അവർക്ക് സെറ്റിൽ ആവാനുള്ള ചാൻസ്. അപ്പോൾ ഈ ഭവനം ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന പിന്നെയും ചോദിക്കുകയാണ്. മേരി ആന്റി പറഞ്ഞ വിഷയം എല്ലാവരും കേട്ടല്ലോ. 46ഓളം പേര് ഇപ്പോൾ ഡിവേഴ്സിൽ പങ്കെടുക്കുന്നവർ. 46 നമ്മുടെ പ്രഭാത പ്രാർത്ഥന തീരേണ്ട സമയമായി. ഇന്ന് 7:15 വരെയുണ്ട്. ഈ 46 പേരും ആസ്വാദം വരെ തീർച്ചയായിട്ടും സംബന്ധിക്കണമേ. ആമേൻ. തീർച്ചയായിട്ടും ആരും ലീവായി പോകല്. ഇത്രയും നേരം പ്രാർത്ഥന വിഷയങ്ങളും അനുഭവങ്ങളും ഒക്കെ കേട്ടു. ഈ 46 പേരും അവസാന സമയം വരെ 7:15 വരെ ഉണ്ടായിരിക്കണമേ. എല്ലാ ദിവസവും 7 മണിക്ക് നമ്മുടെ പ്രേയർ തീരുന്നതാണ്. ഇത്രയും അനുഭവങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും പറഞ്ഞ് പതിനൊന്ന് ശിക്ഷയുണ്ട്. അപ്പൊ അതുകൊണ്ട് 7:15 വരെയും ഈ 46 പേര് കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ആമേ. മേരിയാന്റി പറഞ്ഞ വിഷയം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഞാനും എന്റെ യോശുവ പറയുന്നത്, ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കും. ഏകരായ വിശ്വാസി കടന്നു വന്ന എത്രയോ പ്രിയപ്പെട്ടിട്ടുണ്ടെന്നറിയാം. ഏകരായി അവിടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവിനെ, ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവിനെ, ഞങ്ങൾ കുടുംബമായി എന്റെ ഭർത്താവ്, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ആരാധിക്കാനുള്ള ആഗ്രഹമാണല്ലോ. പലപ്പോഴും ഞാനിക്കുള്ള ഞാൻ കേട്ടിട്ടുണ്ട്, ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ആ സമയത്ത് സാമുദായിക സഭകളിലേക്ക് വിളിച്ചുകൊണ്ട് വലിയ പ്രയാസം. ദൈവമേ, ഒരു അത്ഭുതം ദൈവമായിരിക്കണം. യേശുവിന്റെ നാമത്തില് ഈ മാസങ്ങൾക്കുള്ളിൽ, ഈ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ അവര് കുടുംബമായി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയുള്ള അവസരങ്ങൾ, ക്രമീകരണങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, നന്ദി കർത്താവേ. അതുപോലെ വിശ്വാസി വന്ന് ഒത്തിരുന്നു. അവരുടെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, രക്തബന്ധങ്ങളെല്ലാം അവരുടെ കൂട്ടത്തിൽ ആത്മാവിൽ ആരാധിപ്പാൻ വേണ്ടി ഇറങ്ങി തിരിക്കട്ടെ. എന്റെ ജനത്തിലെ ആരാധിപ്പാൻ വിട്ടയക്കാന്നുള്ള ദൈവശബ്ദം മിസ്രൈമിൽ മുഴങ്ങിയതുപോലെ ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകളെ, പൈശാചിക ബന്ധനങ്ങളെ ദൈവം അഴിക്കണമേ. അവർ കൂട്ടത്തോടെ കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവരാൻ പോകുന്ന കൃപയ്ക്കായി എല്ലാവരും സ്തോത്രം പറഞ്ഞാട്. സ്തോത്രം, 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 സ്തോത്രം. എന്തിനും അനുഭവങ്ങളോ ചിക്കൻ ബോക്സ് ആയി കഴിഞ്ഞു. അത് പ്രാർത്ഥനയുടെ ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് സൗഖ്യം വന്നു. അത് കഴിഞ്ഞ് ഞാൻ അലർജിയാൽ ഭാരപ്പെട്ടു. ഇപ്പൊ ഇന്നലെ വിളിച്ചപ്പോൾ അല്പം കുറവുണ്ടെന്ന് പറഞ്ഞു. അവന് കല്യാണ പ്രായമായി കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കണം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥന. 68ഓളം കമ്പനികളിലൊക്കെ ബയോഡേറ്റ കൊടുത്തെന്ന് പറയുമ്പോഴുള്ള ആ സംഭവം നോക്കുക. ഇത്രയും കമ്പനികൾ ജോലിക്ക് വേണ്ടി ബയോഡേറ്റ കൊടുത്തിട്ടൊന്നും ഒരു വഴികളും ലഭിച്ചില്ല. ഒരു കമ്പനിയിൽ നിന്ന് പോലും വിളിച്ചില്ല. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രേയർ ഗ്രൂപ്പിൽ ആ വിഷയം വന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കർത്താവ് ചില കാര്യങ്ങൾക്ക് താമസം വെക്കുന്നതിന് മുമ്പ് ദൈവം കൊടുക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയതാ, ഉന്നതമേറിയതാ. ദൈവമേ, അങ്ങ് പ്രവർത്തിച്ച വിധങ്ങൾക്കായി എല്ലാവരും ദൈവത്തിനെ നന്ദി പറഞ്ഞാട്ട് ആ കുഞ്ഞിന് നല്ലൊരു വിവാഹം നടക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തില് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന നിലയിൽ ആ കുഞ്ഞിനെ ദൈവം മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഫസ്റ്റജി, ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞോട്ടെ. താങ്ക്സ് ഗിവിംഗ് ആയിരുന്നു, അതിപ്പോ പ്രാർത്ഥന വിഷയമായിട്ട് മാറി. താങ്ക് യു. അതുകൊണ്ട് അത് പറയാൻ, എൻ്റെ കൊച്ചുമോള് ജോയന, അവൾക്ക് സ്കൂൾ തൊട്ടടുത്ത് 100 മീറ്റർ ഒരു സ്കൂളുണ്ട്. കത്തോലിക്കരുടെ സ്കൂളാണ്. 2 കുഞ്ഞുങ്ങളായി
ഒരേ ടൈമിലായി ഇപ്പോൾ 2 പേർക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ സ്കൂളിൽ ഈ അടുത്തുള്ള സ്കൂൾ അഡ്മിഷൻ കിട്ടിയില്ല, അവിടുന്ന് 4 മൈൽ ദൂരം സ്കൂൾ അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. അപ്പം 2 പേരെ ഒരുപോലെ ഒരാൾ കൊണ്ടുവിടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ സ്കൂളിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കുഞ്ഞിൻ്റെ പേര് വന്നേക്കുന്നത്. അപ്പം കത്തോലിക്കരുടെ സ്കൂളാണ്, പിന്നെ ഏറ്റവും നല്ല അവിടുത്തെ ഏറ്റവും ടോപ്പ് സ്കൂളാണ്. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഈ 15-ാം തീയതി ഒരു ആർഗ്യുമെന്റ് വെച്ചിട്ടുണ്ട്. അവർ നമ്മുടെ കോർട്ടിൽ വിസ്താരം നടക്കുന്ന പോലെ ഇവരങ്ങോട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 15-ാം തീയതിയാണ് പിന്നെ ജോയന എന്നാണ് കുഞ്ഞിൻ്റെ പേര്. നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കണം. കാരണം അത് ലഭിച്ചെങ്കിൽ ഇവരുടെ അല്ലെങ്കിൽ ഇവരുടേതായ ഡ്യൂട്ടി ചെയ്യാൻ വലിയ പ്രശ്നമായിട്ട് അത് മാറും. കാരണം കുഞ്ഞുങ്ങൾക്ക് പേരൻസ് വേണമല്ലോ അവിടെ UK അങ്ങനെയാണ്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷൻ 15-ാം തീയതി ആർഗ്യുമെന്റ്സിൽ അവർക്ക് കൊടുത്തിരിക്കണം. പ്രാർത്ഥിക്കുക പ്രത്യേക വിഷയം. അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റി ചാക്കോച്ചാൻ്റെ മോൾ ഗിഫ്റ്റി പാസ്റ്റർക്ക് അറിയാമല്ലോ, അവൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പിന്നെ ഹിമോഗ്ലോബിൻ കുറഞ്ഞ് പെട്ടെന്ന് അപ്പോൾ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഡിസ്ചാർജ് ആയ ഭവനത്തിലായിരിക്കും. അവിടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പി.ഡി. തോമസ് പാസ് പറഞ്ഞ വിഷയമാ. ഹല്ലേലൂയ. ആമേ. പ്രിയ കൊച്ചുമോള്, ആമേ, പി.ഡി. തോമസ് പാസിന്റെ കൊച്ചുമോൾ പ്രിയ ജോയന മോക്ക് വേണ്ടി നല്ലൊരു അഡ്മിഷൻ, ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അഡ്മിഷൻ ഈ 15-ാം തീയതിയാണ് അതിൻ്റെതാകുന്ന ദൈവത്തിന്റെ വലിയ കാര്യം ദൈവം അയക്കുവാൻ. എല്ലാവരും അല്പനിമിഷം പ്രാർത്ഥിച്ചാട്. കർത്താവെ, ഞങ്ങളുടെ പി.ഡി. തോമസ് പാസിന്റെ കൊച്ചുമോള് പ്രിയ ജോയന മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. കഴിഞ്ഞ നാളിൽ ഞങ്ങൾക്ക് ദൈവം ചെയ്ത വിധങ്ങൾ എത്ര വലുത് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിച്ചാട്. കർത്താവേ, കുഞ്ഞിന് നല്ലൊരു അഡ്മിഷൻ കൊടുത്തതിനായി സ്തോത്രം. ഗിഫ്റ്റിക്കായി പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ മകൾക്ക് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ചു. ദൈവം കൊടുത്ത വിടുതലിനായി സ്തോത്രം. പൂർണ്ണ സൗഖ്യവും ആരോഗ്യം വിടുതലും ദൈവം അയക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കായി നമുക്ക് ദൈവത്തിനെ സ്തോത്രം പറയാം. സ്തോത്രം. ഇപ്പോഴ് നമ്മൾ ഇനി ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. മിനി ആന്റി അതിന് പറയാനുണ്ടാവോ? നന്ദിയുണ്ട്. സോനിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അവന്റെ ജോലിയൊക്കെ കിട്ടി. ഇനി അവൻ ആത്മീയമായിട്ട് മുന്നേറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങളുടെ ഉരുത്തും കുടുംബമൊക്കെ ദൈവത്തെ കൃപയാൽ നന്നായിരിക്കുന്നു. ലീബ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു. ലീബയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മനസാന്തരം വരണം. അതിനുവേണ്ടി പ്രത്യേകം ഇത്രയും പ്രാർത്ഥിച്ചതിനൊക്കെ നല്ല ഒത്തിരി ബലവും കോട്ടയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്. ഇനിയും പ്രാർത്ഥനയിൽ വയ്ക്കൂ. കർത്താവെ, മിനിയാന്റി പറഞ്ഞ വിഷയത്തിമേ ദൈവത്തിന്റെ വലിയ കരം ദൈവം അയക്കണമേ. അങ്കിളിനോട് ദൈവാത്മാവ് സംസാരിക്കണമേ. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ നാളിൽ ദൈവം വിടുവിച്ച വിധത്തിനായി സ്തോത്ര. ബലഹീന അവസ്ഥയിലായിരിക്കുന്ന മോക്ക് വലിയൊരു വിടുതൽ കർത്താവ് അയച്ചാട്. അത്ഭുതങ്ങൾ ദൈവം അയച്ചാട്. കുടുംബത്തെ ദൈവം മാനിക്കണമേ. കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതം പ്രവചിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.